ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായം. ശ്രീ ഭഗവാനുവാച അതതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യദ്വിദിത്വാ വിമുച്യേത പുരുഷപ്രാകൃതൈർഗുണൈഃ. 26-ാമത്തെ അധ്യായത്തിൽ പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചറിയുവാൻ ഉപകരിക്കുന്ന സാംഖ്യശാസ്ത്രത്തെ ഭഗവാൻ കപിലൻ മാതാവിന് ഉപദേശിക്കുന്നു. അതിൽ പ്രകൃതി പുരുഷന്മാർ തുടങ്ങിയുള്ള സർവ്വതത്വങ്ങളുടെ ഉൽപ്പത്തിയും ലക്ഷണവും പറയുന്നതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കും. ഈ സാംഖ്യശാസ്ത്രത്തെ ബ്രഹ്മാവ് സ്വപുത്രനായ മനുവിനും വിതുരർക്ക് മൈത്രേയരും ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ സ്വമാതാവിന് ഉപദേശിക്കുന്നു. ആത്മാവിനെ പ്രകൃതി കാര്യങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാംഖ്യം, ഭക്തി, യോഗം എന്ന 3 മാർഗങ്ങളെ പറഞ്ഞതിൽ ഭക്തിയെക്കുറിച്ച് വിവരിച്ച ശേഷം സാംഖ്യത്തെ പറയുവാൻ ഭാവിക്കുന്നു. ഭഗവാൻ അരുളിച്ചെയ്തു, ഹേ അംബേ, ഇനി ഞാൻ ഭവതിയോട് തത്വങ്ങളുടെ ലക്ഷണത്തെ വെവ്വേറെ വിവരിച്ചു പറയാം. മുക്തിയെ ആഗ്രഹിക്കുന്ന പുരുഷൻ തത്വങ്ങളെ അറിയുന്നതുകൊണ്ട് പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധഃകരണങ്ങൾ എന്നിവ ഉണ്ടായതായിട്ട് അറിയുമ്പോൾ ദേഹാദികൾ പ്രകൃതി കാര്യങ്ങളാണെന്നും പുരുഷൻ അതിൽ നിന്ന് ഭിന്നനാണെന്നും അറിയാം. അപ്പോൾ ദേഹാഭിമാനം നശിക്കും. അതിനാൽ ജീവതത്വം ശുദ്ധമായി വരും. അതുമൂലം ജന്മജരാ മരണാദി ഭാവങ്ങളിൽ നിന്ന് മുക്തനായി വരും. അതിനാൽ തത്വങ്ങളെ അറിയുന്നത് മുക്തിക്കുള്ള സാധനങ്ങളിൽ വെച്ച് പ്രാധാന്യമേറിയ സംഗതിയാണ്. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യാത്മദർശനം യഥാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിവേദനം. മുക്തി സിദ്ധിക്കണമെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കണം. തത്വലക്ഷണം അറിഞ്ഞാൽ പോരാ. ഏതൊരു വിധമായ അറിവിൽ നിന്ന് ആത്മസ്വരൂപബോധം അനുഭവപ്പെടുന്നുവോ, ഏതൊരു വിധമായ അറിവുണ്ടാകുമ്പോൾ ദേഹാദികളിൽ ഉണ്ടായിരുന്ന ഞാനെന്ന ഭാവം നശിക്കുന്നുവോ, ഏതൊരു വിധമായ ജ്ഞാനത്തെ പരമപുരുഷാർത്ഥരൂപമായ മോക്ഷത്തിൻ്റെ സാക്ഷാൽ കാരണമായിട്ട് വേദാന്തശാസ്ത്രം സിദ്ധാന്തിച്ചിരിക്കുന്നുവോ, ആ ആത്മജ്ഞാന മാർഗത്തെ ഞാൻ അമ്മയോട് പറയാം. തത്വങ്ങളുടെ ലക്ഷണം അറിയുമ്പോൾ അവയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതിനാൽ സാംഖ്യശാസ്ത്രം കൊണ്ട് ആത്മവിജ്ഞാനവും അതുമൂലം മോക്ഷവും ഭവിക്കും. അനാദിരാത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരഃ പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർ വിശ്വം ഏന സമന്വിതം. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം യാതൊന്നോ അതുതന്നെ പുരുഷൻ. പ്രകൃതിയുടെ സ്വരൂപം ജഡം. ആത്മാവോ അതിന് വിപരീതമായിരിക്കുന്ന അന്ധപ്രകാശമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാകുന്നു. അപ്പപ്പോൾ ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനത്തെ ആത്മസ്വരൂപമെന്ന് വാദിക്കുന്ന ഒരു സംഘക്കാരുണ്ട്. അവർക്ക് ക്ഷണിക വിജ്ഞാനവാദികൾ എന്നിവർ. അവരുടെ ആ മതത്തെ ഖണ്ഡിപ്പാനായിട്ട് ആത്മാവ് ആദിരഹിതനാണെന്നു കാണിപ്പാൻ അനാദി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാവിന് ആദിയുണ്ട്, അതില്ലെന്ന് അനാദി എന്ന വിശേഷണം സിദ്ധാന്തിക്കുന്നു. ജനിക്കുക, മരിക്കുക എന്നുള്ള സ്വരൂപമായ സംസാരം ആത്മാവിനില്ലെന്ന് കാണിക്കുന്നു. ജ്ഞാനം തന്നെ ആത്മസ്വരൂപം എന്നാണ് ഭഗവാൻ കപിലൻ്റെ അഭിപ്രായം. ആത്മസാന്നിധ്യം നിമിത്തം ജഡരൂപങ്ങളായ ആകാശാദിഭൂതങ്ങളും തജ്ജന്യങ്ങളായ ലോകങ്ങളും പ്രകാശിക്കുന്നു. ഈ കാരണങ്ങളാൽ പുരുഷൻ പ്രകൃതി വിലക്ഷണാണെന്ന് സിദ്ധമായി. സയേഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭുഃ യദൃച്ഛയൈവോപഗതാം അവ്യവദ്യതലീലയാ. സാംഖ്യമതത്തിൽ ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഈ 3ൻ്റെ സ്വരൂപത്തെ നിർണയിക്കുന്നതാണ് മുഖ്യ വിഷയം. ഇതിൽ ജഗത്തിൻ്റെ നിമിത്തോപാദന കാരണഭൂതനായ ഈശ്വരൻ്റെ സ്വരൂപത്തെ വിവരിച്ച ശേഷം പ്രകൃതിയുടെ സ്വരൂപത്തെ വിവരിപ്പാൻ ആരംഭിക്കുന്നു. അതിൽ പ്രകൃതിയെ ആവരണശക്തി, വിക്ഷേപശക്തി എന്ന് 2 വിധമായിട്ട് കാണിക്കുന്നു. ആവരണശക്തിയെ ജീവോപാധിയായ അവിദ്യയെന്നും വിക്ഷേപണശക്തിയെ ഈശ്വരോപാധിയായ മായയെന്നും പരമേശ്വരിയെന്നും വിദ്യയെന്നും നാനാ നാമധേയങ്ങളെ കൊണ്ട് കാണിക്കുന്നു. പുരുഷനെ ജീവനെന്നും ഈശ്വരനെന്നും 2 വിധമായിട്ട് വിഭജിച്ചിരിക്കുന്നു. പ്രകൃതി സ്വരൂപത്തെ വേർതിരിച്ചറിയാതെ
പ്രകൃതികാര്യമായ ശരീരാദികളെ ആത്മത്വേന അഭിമാനിച്ചതുകൊണ്ട് ജനനമരണത്തിന് വശപ്പെടേണ്ടി വന്നിരിക്കുന്ന അവിദ്യോപഹിത ചൈതന്യം ജീവൻ പ്രകൃതിയെ സ്വാധീനപ്പെടുത്തിയിട്ട് പ്രകൃതികാര്യങ്ങളായ തത്വങ്ങളെക്കൊണ്ട് ലോക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്ന വിദ്യോപഹിത ചൈതന്യം ഈശ്വരൻ എന്നാണ് വേദത്തിന് കാരണം കാണിക്കുന്നത്. അതിൽ പ്രകൃതിയെ വേർതിരിച്ചറിയാത്തതുകൊണ്ട് ജീവനുണ്ടാകുന്ന സംസാരത്തിൻ്റെ സ്വരൂപത്തെ വിവരിക്കുന്നു. നിർഗുണത്വാദി ലക്ഷണസഹിതനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഈശ്വരൻ എതിർച്ചയാ ഉത്ബുദ്ധയായ പ്രകൃതിയെ സൃഷ്ട്യാദി ലീലാർത്ഥം അംഗീകരിച്ചു. ആ പ്രകൃതി മഹാവിഷ്ണുവിൻ്റെ ശക്തിവിലാസത്തിൻ്റെ സ്വരൂപഭൂതയും സത്വാദി ഗുണങ്ങളുടെ സമഷ്ടിയും അവ്യക്തയുമാകുന്നു. ജീവാദൃഷ്ടം നിമിത്തം പ്രകൃതിയുടെ വികാസമുണ്ടായി. അപ്പോൾ അതിനെ ഈശ്വരൻ അംഗീകരിച്ചു. ഗുണൈർവിചിത്രാസൃജതീം സരൂപാ പ്രകൃതിം പ്രജാഃ വിലോക്യ മുമുഹേ സദ്യ സൈഹജ്ഞാനഗൂഹയാ. പ്രകൃതിയെ തിരിച്ചറിയാത്തതുകൊണ്ട് ജീവന് സംസാരമുണ്ടായി. സത്വാദി ഗുണങ്ങളെക്കൊണ്ട് വിചിത്രങ്ങളായ ദേവമാനുഷരൂപങ്ങളെ ഉത്ഭവിപ്പിക്കുന്നതിന് സമർത്ഥയായിരിക്കുന്ന പ്രകൃതിയുടെ കാര്യരൂപത്തെ കണ്ട ഉടനെ സ്വരൂപ വിസ്മൃതി ഉണ്ടായതിനാൽ ഗുണകാര്യങ്ങളായ ദേവമാനുഷരൂപങ്ങളെ ആത്മസ്വരൂപമായിട്ട് ധരിച്ചു. ഈ തെറ്റായ ധാരണയ്ക്ക് മോഹമെന്നാണ് പേർ. പ്രകൃതിത്യുപഹിതമായ ഈ ചൈതന്യാംശം ജീവൻ എന്നറിയണം. സ്വരൂപമായ ബോധത്തെ മറച്ചതായ ഈ പ്രകൃത്യംശത്തിന് ആവരണശക്തി എന്നു പേർ. ഈ അംശത്തിനു തന്നെ അവിദ്യ എന്നും പേർ. ഈ അംശത്തെ അവലംബിച്ച് സ്വരൂപത്തെ മറന്ന് ദേവമനുഷ്യാദി ശരീരങ്ങളെ ആത്മത്വേന അഭിമാനിക്കുക നിമിത്തം ആ ചൈതന്യാംശമായ ജീവന് ജന്മമരണാദികൾ വാസ്തവത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ കാണപ്പെടുന്നത് തന്നെ സംസാരം എന്ന് സംസാര സ്വരൂപത്തെയും ജീവസ്വരൂപത്തെയും അവിദ്യാസ്വരൂപത്തെയും സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നതിനെ മനസ്സിരുത്തി നന്നായി ധരിക്കണം. പരമാർത്ഥമായിരിക്കുന്ന രൂപത്തെ മറ്റൊരു വിധത്തിൽ ധരിക്കുന്നതാണ് മോഹത്തിൻ്റെ ലക്ഷണം. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ എന്ന നിലയിൽ പരിണമിച്ചിരിക്കുന്നതായ പ്രകൃതി ഗുണങ്ങളിൽ ആത്മാവെന്നുള്ള തെറ്റായ ധാരണയെ അധ്യാസം എന്നു പറയും. പുരുഷനുള്ള ഈ ധാരണ നിമിത്തം പ്രകൃതി ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ താൻ ചെയ്യുന്നവയാണെന്ന് തോന്നിയതുകൊണ്ട് ആത്മാവിൽ കർത്തൃത്വബുദ്ധി ജനിച്ച് ഞാനാണ് കർമ്മം ചെയ്യുന്നതും ബലം അനുഭവിക്കുന്നതും എന്നുള്ള ദൃഢവിചാരം സാധാരണ ജനങ്ങൾക്കുണ്ടായെന്ന് മനസ്സിലാക്കാം. സദസ്യ സംസ്ഥിതിർബന്ധഃ പാരതന്ത്രം ജതത്കൃതം ഭവത്യകർത്തൃശസ്യ സാക്ഷിണോ നിർവൃതാത്മനഃ. കർത്താവല്ലാതെയിരിക്കുന്ന താൻ ഈശ്വര ചൈതന്യം തന്നെ കർത്താവെന്ന് വിചാരിച്ചതുകൊണ്ട് കർമ്മങ്ങളോട് ബന്ധവും ഭോഗത്തിൽ പാരതന്ത്ര്യവും ആനന്ദസ്വരൂപനായിരിക്കെ തന്നെ സംസാരവും ജന്മമരണാദികൾ നിമിത്തം പരമ്പരാഗതമായിരിക്കുന്ന ദുഃഖവും ഉള്ളതുപോലെ തോന്നുന്നു. പരമാർത്ഥത്തിൽ ചൈതന്യ സ്വരൂപനായ സർവസാക്ഷിയുടെ അംശമായിരിക്കുന്നതുകൊണ്ട് കർത്തൃത്വാദിഭാവങ്ങൾ ഒന്നുമില്ലെന്നുള്ളത് സത്യം. ഉപാധി സംബന്ധം നിമിത്തം അംശമെന്നു പറഞ്ഞതാണ്. വാസ്തവത്തിൽ സത്യവസ്തു തന്നെയാണ്, അംശമല്ല. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദുഃ ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. ഗുണകാര്യമായിരിക്കുന്ന ശരീരം, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ എന്നീ കാര്യകാരണ കർത്തൃത്വഭാവങ്ങൾ പുരുഷന് വന്നുചേരുവാൻ പ്രകൃതി തന്നെ കാരണമെന്നും സ്വാനുഭവ രൂപമായ ഭോക്തൃത്വത്തിന് പുരുഷൻ കാരണമെന്നും സ്വാനുഭവത്താൽ വിവേകികൾ നിശ്ചയിച്ചിരിക്കുന്നു. കർത്തൃത്വാദിഭാവവും ഭോക്തൃത്വവും അഹങ്കാരഗതം തന്നെയെങ്കിലും വികാരങ്ങളെല്ലാം ജഡത്തിൽ പര്യവസാനിക്കുന്നതാകയാൽ ഉപാധി പ്രാധാന്യം നിമിത്തം കർത്തൃത്വത്തിന് കാരണം പ്രകൃതിയാണെന്നും ഭോഗം ജ്ഞാനരൂപമായ ചിത്തിൽ പര്യവസാനിക്കുന്നതുകൊണ്ട് ഉപഹിത പ്രാധാന്യം നിമിത്തം ഭോക്തൃത്വത്തിന് പ്രകൃതിയിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന പുരുഷൻ കാരണമാണെന്നുള്ളതിന് സ്വാനുഭവം തന്നെ പ്രമാണം. ദേവഹൂതിരുവാച പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹി കാരണയോരസ്യ സദസച്ച യഥാത്മകം. ഇപ്രകാരം ജീവൻ്റെ സംസാരഭാവത്തെയും അതിനു കാരണമായിരിക്കുന്ന പ്രകൃതിയെയും അറിഞ്ഞതിനു ശേഷം
ജഗൽ കാരണമായിരിക്കുന്ന ഈശ്വരനെയും ഈശ്വരൻ്റെ ഉപാധിയായിരിക്കുന്ന പ്രകൃതിയെയും കുറിച്ച് ദേവഹൂതി ചോദിക്കുന്നു. ഹേ പുരുഷോത്തമ, യാതൊരു പ്രകൃതി പുരുഷന്മാരുടെ സ്വരൂപം സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നുവോ, ഈ ലോകത്തിൻ്റെ ജനനീ ജനകന്മാരായിരിക്കുന്നവർ യാതൊരു പ്രകൃതി പുരുഷന്മാരാകുന്നുവോ, ജഗത് കാരണഭൂതന്മാരായ അവരുടെ ലക്ഷണത്തെ അരുളി ചെയ്യണം. ശ്രീ ഭഗവാനുവാച യത്തത്രിഗുണമവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹുർ അവിശേഷം വിശേഷവത്. ഭഗവാൻ ആദ്യം പ്രകൃതിയുടെ ലക്ഷണം പറയുന്നു. മഹത്താദി തത്വങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് വിചാരിപ്പാൻ യോഗ്യമായിരിക്കുന്ന തത്വം യാതൊന്നാണോ അതിനെ പ്രധാനമെന്നും പ്രകൃതിയെന്നും പറയുന്നു. സ്വതേ അതിന് ആകൃതിയില്ലാത്തതിനാൽ പ്രത്യക്ഷമായി ആവിർഭവിക്കാതിരിക്കുന്നതാകുന്നു. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായിരിക്കുന്നതിനാൽ അഭിവ്യക്തിക്ക് കാരണമില്ല. എങ്കിലും മേലിലുണ്ടാവാൻ പോകുന്ന സകല വ്യക്തികൾക്കും ആശ്രയം ഇതാകുന്നു. സകലത്തിനും ആശ്രയമെന്ന് വന്നതിനാൽ ബ്രഹ്മം തന്നെയോ ഇത് എന്ന് ശങ്കിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം ഗുണാതീതമാണ്, ഇതോ ത്രിഗുണാത്മകമാകുന്നു. സ്വത വിശേഷമില്ലാതെയും സകല വിശേഷങ്ങൾക്കും ആശ്രയമായും മഹത്തത്വത്തിൻ്റെയും ലക്ഷണമായിരിക്കുക എന്നത് ത്രിഗുണാത്മകമാകയാൽ ഇവിടെ പറഞ്ഞ പ്രധാനമെന്നത് മഹത്തത്വം തന്നെയോ എന്ന് ശങ്കിക്കേണ്ട. ഇത് അവ്യക്തമാകുന്നു, കാര്യമായി ഭവിച്ചതല്ല. മഹത്തത്വം കാര്യമാകുന്നു, എന്നാൽ കാലമോ പ്രധാനം അല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് സദസൽ സ്വരൂപമാകുന്നു, സ്ഥൂല സൂക്ഷ്മ സ്വരൂപമാകുന്നു. എന്നാൽ ജീവോപാധിയായിരിക്കുന്ന അവിദ്യയോ പ്രധാനം അല്ല. എന്തുകൊണ്ടെന്നാൽ അവിദ്യയ്ക്ക് നാശമുണ്ട്, പ്രധാനമോ നിത്യമാകുന്നു. പഞ്ചഭിർബ്രഹ്മ ചതുർഭിർദശഭിസ്തദാ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദുഹു. 5, 5, 4, 10 എന്നീ ക്രമത്തിൽ 24 എന്ന സംഖ്യ അടങ്ങിയ വർഗത്തെ പ്രധാനത്തിൻ്റെ കാര്യമായിട്ട് വിവേകികൾ നിർണയിച്ചിരിക്കുന്നു. തത്വങ്ങളുടെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും പറയുവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അതിൻ്റെ സംഖ്യയെ നിർണയിച്ചിരിക്കുന്നു. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാഭോഗ്നിർമരുന്നഭഃ തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെ മഹാഭൂതങ്ങൾ 5 മാത്രം. ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം ഇങ്ങനെ തന്മാത്രങ്ങൾ 5 എന്നതെനിക്ക് സമ്മതമാകുന്നു. ഭൂമിയാദി മഹാഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങൾക്ക് തന്മാത്രങ്ങൾ എന്നുപേര്. ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വഗ്ദൃഗ്രസനനാസികാഃ വാകരൗ ചരണൗ മേഢ്രം പായുർദശമൗച്യതേ. ശ്രോത്രം, ത്വക്ക്, നേത്രം, ജിഹ്വ, നാസിക ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം വാക്ക്, കൈകൾ, കാലുകൾ, മേഢ്രം, പായു ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5ഉം കൂടെ ആകെ ഇന്ദ്രിയങ്ങൾ 10. മനോബുദ്ധിരഹങ്കാര ചിത്തമിത്യന്തരാത്മകം ചതുർധാ ലക്ഷ്യതേ ഭേദോ വൃത്യാലക്ഷണരൂപയ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നു 4ഉം കൂടിയത് അന്ധക്കരണം. വാസ്തവത്തിൽ ഏകമായിരിക്കുന്ന അന്ധക്കരണം സങ്കല്പം, നിശ്ചയം, അഭിമാനം, ചിന്ത എന്ന വൃത്തിഭേദം നിമിത്തം 4ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകഃ പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേ യഥോഭയം അഹങ്കാരവിമൂഢസ്യ കർത്തൃപ്രകൃതിമീയുഷഃ. സത്വാദിഗുണവിശിഷ്ടമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ അവസ്ഥാവിശേഷത്തെ എത്രത്തോളം ഞാനിവിടെ പറഞ്ഞുവോ അത്രത്തോളം മാത്രമാണെന്നുള്ള മറ്റുള്ള ആചാര്യന്മാരും സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ 25ാമതായ കാലം എന്ന തത്വത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ ഭേദമുണ്ട്. കാലം പ്രകൃതിയുടെ അവസ്ഥാവിശേഷം തന്നെയാകുന്നു. ചില ആചാര്യന്മാർ കാലത്തെ പുരുഷവീര്യമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ജീവൻ സ്വരൂപത്തെ മറന്നതിനാൽ ദേഹാദികളിൽ ആത്മഭാവത്തെ ബന്ധിച്ചതുകൊണ്ട് ജനന മരണാദി ഭീതിക്ക് പാത്രീഭൂതനായി വന്നത് കാലം നിമിത്തമാകുന്നു. വാസ്തവത്തിൽ അകർത്താവായിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ ഉപാധി സംബന്ധം നിമിത്തം കർത്താവെന്ന് അഭിമാനിച്ചതു തന്നെ അഹങ്കാരത്തിൻ്റെ സ്വരൂപം. ഇതുതന്നെ സ്വരൂപ വിസ്മൃതിക്കും ജന്മമരണഭീതിക്കും കാരണം. ഇവിടെ കാലത്തെ സംഹാര കാരണമായി നിശ്ചയിച്ചിരിക്കുന്നു.
പ്രകൃതേർഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവി ചേഷ്ടാ യതഃ സ ഭഗവാൻ കാല ഇത്യുപലക്ഷിതഃ. കാലത്തിൻ്റെ സ്വരൂപത്തെ രണ്ട് വിധമായിട്ട് വിഭജിച്ചതിൽ സംഹാര രൂപത്തിൽ നിന്ന് ജീവന് മരണഭീതി ഉണ്ടാകുന്നു. പ്രകൃതിയെ ശോഭിപ്പിക്കുന്നതായ ഒന്നാമത്തെ സ്വരൂപത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നുവെന്നാണ് ഈ ശ്ലോകം കൊണ്ട് കാണിക്കുന്നത്. ഹേ മാനവി, സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതി സൃഷ്ടിക്ക് മുമ്പ് നാമരൂപ വിഭാഗത്തോടു കൂടാതെ പുരുഷനിൽ ലയിച്ചിരിക്കുന്നതാകയാൽ അപ്പോൾ അതിന് യാതൊരു വിശേഷവുമില്ല. അപ്രകാരമിരിക്കുന്ന ആ ഗുണസാമ്യാവസ്ഥയെ ഉപേക്ഷിക്കുന്നതിന് കാരണം യാതൊന്നാണോ അതുതന്നെ കാലമെന്നു പേർ പറയപ്പെടുന്ന ഭഗവാൻ പ്രകൃതി സാമ്യാവസ്ഥയെ ഉപേക്ഷിച്ചതിനാൽ ക്ഷുബ്ധയായി ഭവിച്ചു. ഇതാണ് ആദ്യത്തെ അവസ്ഥാവിശേഷം. ഇതിനെ തന്നെ കാലം എന്നു പേർ പറയപ്പെടുന്ന തത്വമെന്ന് നിശ്ചയിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ 24 തത്വത്തിൽ ഇതും ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഈ തത്വത്തെ പ്രത്യേകമായിട്ട് എടുക്കണമെന്നില്ല. ഗുണങ്ങളുടെ അന്യോന്യമുള്ള കലർപ്പു നിമിത്തം ശാന്തമായിരുന്ന സമുദ്രം കാറ്റുനിമിത്തം ചലിക്കുന്ന മട്ടിൽ പ്രകൃതി ഒന്ന് ചലിച്ചതിന് ജീവാദൃഷ്ടമാണ് കാരണം. ജീവന്മാർക്ക് സുഖദുഃഖാനുഭവത്തിന് മതിയായ ശരീരങ്ങളെ നൽകുവാനുള്ള ഈശ്വരൻ്റെ കാരുണ്യ നിമിത്തം ആദ്യമായുണ്ടായ ഗുണസാമ്യാവസ്ഥാത്യാഗത്തെ കാലതത്വമെന്ന് നിർണയിച്ചു കൊള്ളണം. അന്തഃപുരുഷരൂപേണ കാലരൂപേണയോ ബഹിഃ സമന്യേത്യേഷ സത്വാനാം ഭഗവാനാത്മമായയാ. ആത്മശക്തി പ്രഭാവം നിമിത്തം സകല പ്രാണികളുടെയും അന്തർഭാഗത്തിൽ യാതൊരുവൻ അന്തര്യാമിയായിട്ടും ബഹിർഭാഗത്തിൽ കാലസ്വരൂപനുമായിട്ടിരിക്കുന്നുവോ അവൻ സാക്ഷാൽ ഭഗവാൻ തന്നെ. കാലസ്വരൂപനും പുരുഷനും ഒന്നുതന്നെയാകയാൽ പ്രകൃതി പരിണാമങ്ങളായ തത്വങ്ങൾ 24 എന്ന് മാത്രം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷൻ തന്നെ അന്തര്യാമിയായ ഈശ്വരൻ. അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം പുരുഷൻ തന്നെയെങ്കിലും സുഖി ദുഃഖി എന്നുള്ള ഭാവം നിമിത്തം ജീവനെന്ന് വ്യവഹരിക്കപ്പെടുന്നതിനാൽ അതിനെ ഈശ്വര ഭിന്നനായി വിചാരിക്കപ്പെടുന്നതായാൽ ജീവൻ 25ാമത്തെ തത്വം, ഈശ്വരൻ 26ാമത്തേതാകുന്നു. വിദ്യ എന്ന ഉപാധി നിമിത്തം ഈശ്വരനെന്നും അവിദ്യോപാധി നിമിത്തം ജീവനെന്നും വ്യവഹരിക്കപ്പെടുന്ന ചൈതന്യം വാസ്തവത്തിൽ ഏകമായിരിക്കുന്നതിനാൽ ഇതിനെ ഒന്നായിട്ട് പുരുഷൻ എന്നു മാത്രം ധരിച്ചാൽ മതി. ദൈവാക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ ആദത്തവീര്യം സാസൂത മഹത്തത്വം ഹിരൺമയം. പ്രകൃതിയുടെ ധർമ്മങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ആ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ജീവന്മാരുടെ അദൃഷ്ടം നിമിത്തം അന്യോന്യ സമ്മേളനം സംഭവിച്ചു. ഇതിന് ഗുണക്ഷോഭം എന്നുപേർ. ഈശ്വരൻ്റെ അഭിവ്യക്തിക്ക് ഈ പ്രകൃതി സ്ഥാനമായി തീർന്നു. ഈശ്വരൻ്റെ വീര്യമായ ചിച്ഛക്തി പ്രകൃതിയിൽ പ്രതിഫലിച്ചു. അതിപ്രകാശത്തോടുകൂടിയ ആ ശക്തി മഹത്തത്വമായി ഭവിച്ചു. ഇതിന് ഈ ചിച്ഛക്തിയെ പുരുഷൻ്റെ വീര്യമായിട്ടും പ്രകൃതിയെ ഒരു സ്ത്രീയായിട്ടും ഭാവിക്കുന്നതായാൽ ജഗത് ഉൽപ്പത്തിയെ ധരിപ്പാൻ ഏറെ എളുപ്പമുണ്ടെന്നുള്ള അഭിപ്രായത്തോടുകൂടെ പ്രകൃതിയിൽ നിന്ന് ഭിന്നനായ പരമപുരുഷൻ പ്രകൃതിയിൽ സ്വശക്തിയാകുന്ന വീര്യത്തെ ആദാനം ചെയ്തപ്പോൾ മഹത്തത്വമെന്നു പേരായ പ്രഥമപുത്രനെ പ്രകൃതി ജനിപ്പിച്ചു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. പ്രകൃതി സഹിതനായ പുരുഷൻ തന്നെ മഹത്തത്വം. ഭാര്യാഭർത്തൃ സംയോഗജന്യബല സന്താനം എന്ന നിലയിൽ പ്രഥമ സന്താനം മഹത്തത്വം എന്നാണിവിടെ വിവരിച്ചിരിക്കുന്നത്. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരഃ സ്വതേജസ അഭിഭത്തീവ്രമാത്മപ്രസ്വാപനം തമഃ. പ്രകൃതി പുരുഷ സംയോഗത്താൽ ഒന്നാമതായി വികസിച്ചിരിക്കുന്ന ഈ മഹത്തത്വം ലോകമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ അങ്കുരസ്ഥാനമാകുന്നു. ഇതിന് ലയവിഷാബാധി വികാരമില്ലാത്തതുകൊണ്ട് കൂടസ്ഥമെന്നും അതിനെ പറയുന്നു. ഇന്മേലുണ്ടാകുന്നതായ ചരാചരാത്മകമായ ലോകം ഈ തത്വത്തിൽ അടങ്ങിയുമിരിക്കുന്നു. വൃക്ഷത്തിന്മേൽ കാണപ്പെടുന്ന ഇലകൾ, പുഷ്പങ്ങൾ, കായ്കൾ മുതലായ സകല അംശങ്ങളും അങ്കുരത്തിൽ അടങ്ങിയിരിക്കുന്നതുപോലെ തന്നിലിരിക്കുന്ന ലോകത്തെ ക്രമത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഉദിച്ചുയരുന്ന ആ മഹത്തത്വം തൻ്റെ വികാസത്തെ തടഞ്ഞുകൊണ്ട് വ്യാപിച്ചിരിക്കുന്ന അന്ധകാരത്തെ സ്വപ്രഭയാൽ നശിപ്പിച്ചു. യത്തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം യഥാഹുർവാസുദേവാക്യം ചിത്തം തന്മഹദാത്മകം. ചതുർവ്യൂഹോപാസനക്രമത്തെ ഇവിടെ ഉപദേശിക്കുന്നു. ഈ ഉപാസനക്രമം
സർവാഗമ പ്രസിദ്ധമാകയാൽ അന്ധക്കരണ പരിശുദ്ധിക്ക് മുഖ്യോപായവുമാകുന്നു. യാതൊരുവിധമായ മാലിന്യത്തിൻ്റെ സ്പർശം പോലും ഇല്ലാത്തതിനാൽ അത്യന്തം നിർമ്മലവും രാഗാദിവൃത്തികളുടെ വ്യാപ്തി നിമിത്തമുണ്ടാകുന്ന ചലനത്തിന് വിഷയമല്ലാതിരിക്കുന്നതും ഭഗവാന്റെ സ്വരൂപത്തെ നന്നായി അറിയുവാനുള്ള ഉപാധി സ്ഥാനമായിരിക്കുന്നതുമായ സത്വഗുണം യാതൊന്നോ, വാസുദേവൻ എന്നുകൂടി പ്രസിദ്ധമായിരിക്കുന്ന ചിത്തം യാതൊന്നോ, അതിൻ്റെ ആദ്യമായ സ്വരൂപം ഈ മഹത്തത്വമാണെന്ന് ധരിച്ചുകൊള്ളുക. ഇതിലടങ്ങിയ സാരത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കാം. അതിഭൂതമായിട്ട് പറയുമ്പോൾ ഗോളാകൃതിയിൽ അധിഷ്ഠാനമായിരിക്കുന്ന ഭൂതത്വേന നിരൂപിക്കപ്പെടുമ്പോൾ മഹത്തത്വം എന്നുപേർ. അധ്യാത്മസ്വരൂപമായിട്ട് ഇന്ദ്രിയരൂപമായിട്ട് പറയപ്പെടുമ്പോൾ ആ മഹത്തത്വം തന്നെ ചിത്തമെന്ന് പറയപ്പെടുന്നു. ഉപാസ്യനായിരിക്കുന്ന ദേവൻ്റെ സ്വരൂപത്തിൽ പറയപ്പെടുമ്പോൾ വാസുദേവൻ എന്നും പ്രസിദ്ധമായിരിക്കുന്നു. ഏകമായും അദ്വിതീയമായിരിക്കുന്ന പരമാർത്ഥ വസ്തുവിൽ നിന്ന് നാനാത്വം എങ്ങനെയുണ്ടായി, ആ നാനാത്വം വാസ്തവമല്ല എന്നിങ്ങനെ അറിയാം എന്ന മാർഗത്തെയാണ് വ്യക്തമാക്കുന്നത്. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി ചേതസഃ വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാപാം പ്രകൃതി പരാ. ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന ഭഗവാന്റെ ബിംബത്തെ ഉൾഗ്രഹിക്കുവാൻ തക്കവിധം നിർമ്മലമായിരിക്കുക. ലയം വിക്ഷേപം മുതലായ വികാരങ്ങളെ പ്രാപിക്കാതെ ഒരേ നിലയിൽ വിളങ്ങുക. രാഗദ്വേഷാദിവൃത്തികൾ ഉദിക്കാതെ ശാന്തമായിരിക്കുക എന്നീ ലക്ഷണങ്ങളാൽ ചിത്തത്തെ അറിഞ്ഞുകൊള്ളണം. ഈ വിധമായിരിക്കുന്ന നിലയിൽ ചിത്തം എന്ന് പറയപ്പെടുന്നു. തിരമാല, നുര മുതലായ വികാരങ്ങളില്ലാതെ മാധുര്യം, നൈർമല്യം എന്നിവ ജലത്തിൻ്റെ സ്വന്തമായ ലക്ഷണമെന്നതുപോലെ മേൽപ്പറഞ്ഞ സ്വച്ഛത്വാദി ഗുണം ഛേദസ്സിൻ്റെ ലക്ഷണം. ഇതിൽ നിന്ന് ധരിക്കേണ്ടതായ സാരം ഇതാകുന്നു. ജലത്തിൽ നുര, തിരമാല മുതലായ മാറ്റങ്ങളും ചവർപ്പ്, പുളിപ്പ് മുതലായ രസഭേദങ്ങളും ഭൂമി, കാറ്റ് എന്നിവയോടുള്ള സംബന്ധം നിമിത്തം ഉണ്ടാകുന്നതുപോലെ ഛേദസ്സിനും കാലുഷ്യം, രാഗാദിവൃത്തികൾ എന്നീ വികാരങ്ങൾ അന്യസംബന്ധം നിമിത്തം വന്നുചേരുന്നവയാകുന്നു. സ്വതേയുള്ള നില, സർവജ്ഞത, ആനന്ദാവസ്ഥ എന്നിങ്ങനെയുള്ള ഈശ്വരഗുണം ശരിയായി പ്രതിഫലിക്കുവാനുള്ള ഉപാധിയെന്നു മാത്രമാകുന്നു. ആ നിലയിൽ നിന്ന് തെറ്റുമ്പോൾ ബന്ധവും ആ നിലയിൽ തന്നെ ഇരിക്കുമ്പോൾ മോക്ഷവും അനുഭവപ്പെടുന്നുവെന്നറിയണം. ഛേദസ്സിനെ സ്വന്തം നിലയിൽ നിർത്തുവാനുള്ള ഉപായമാകുന്നു യോഗാദ്യാഭ്യാസങ്ങൾ എന്ന് ഇനിമേൽ പ്രസ്താവിക്കുകയും ചെയ്യും. സംസാരബന്ധമുക്തിക്ക് ആഗ്രഹിക്കുന്ന യഥാർത്ഥ മനുഷ്യന് ഇതിലധികം സതുപദേശം മറ്റൊന്നുമില്ല. മഹത്തത്വാദികുർവാണാത് ഭഗവത് വീര്യസംഭവാത് ക്രിയാശക്തിരഹങ്കാരസ്ത്രിവിധ സമപദ്യത. അഹങ്കാരം എന്ന തത്വം ഉണ്ടായതിനെയും അതിൻ്റെ ലക്ഷണത്തെയും പറയുന്നു. ഈശ്വരൻ്റെ ജ്ഞാനം എന്ന ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതായ മഹത്തത്വത്തിന് വികാരം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് അഹങ്കാരം എന്ന തത്വമുണ്ടായി. മനസ്സ് മുതലായവയെ ഉണ്ടാക്കുവാനുള്ള ശക്തി, ക്രിയാശക്തി അതിനുണ്ട്. ആ അഹങ്കാരം 3 വിധമായി ഭവിച്ചു. വൈകാരികസ്തേജസശ്ച താമസശ്ച യഥോഭവഃ മനസ്സൈശ്ചേന്ദ്രിയാണാം ച ഭൂതാനാം മഹതാമഭി. വൈകാരികം, തേജസം, താമസം എന്നാണ് 3 വിധമായി അഹങ്കാരങ്ങൾക്ക് സംജ്ഞ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയുടെ ഉത്കൃഷ്ടമായ സമത എന്ന നിലയ്ക്കുണ്ടായ ആദ്യത്തെ മാറ്റത്തിന് വികാരം എന്നുപേർ. ഈ ആദ്യ വികൃതിയിൽ സത്വഗുണത്തിനു തന്നെ പ്രാധാന്യം. അതോട് ചേർന്നതായ മഹത്തത്വം സത്വഗുണപ്രധാനമായ അഹങ്കാരം അല്ലെങ്കിൽ വൈകാരിക അഹങ്കാരം എന്നും, രജോ ഗുണത്തിൽ പ്രതിഫലിച്ചതായ മഹത്തത്വത്തിന് രാജസാഹങ്കാരം അല്ലെങ്കിൽ തേജസാഹങ്കാരമെന്നും, തമോ ഗുണത്തിൽ പ്രതിഫലിച്ചതായ മഹത്തത്വത്തിന് താമസാഹങ്കാരം എന്നും പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 വിധമായ അഹങ്കാരങ്ങളിൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും, രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്ന് മഹാഭൂതങ്ങളും ഉണ്ടായി. സഹസ്രശിരസം സാക്ഷാത് അനന്തം പ്രജക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം. അഹങ്കാരത്തിൽ ഉപാസ്യനായിരിക്കുന്ന മൂർത്തിയെ പറയുന്നു. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, മഹാഭൂതങ്ങൾ എന്നിവയുടെ സ്വരൂപങ്ങളായിത്തീർന്ന അഹങ്കാരത്തെ 1000 ശിരസ്സുകളോടും അപരിച്ഛിന്ന മാഹാത്മ്യത്തോടും കൂടി ഇരിക്കുന്ന സാക്ഷാൽ സംഘർഷണൻ എന്നുപേരുള്ള മഹാപുരുഷൻ എന്നു പറയുന്നു. അഹങ്കാരത്തെ തന്നെ അഭേദമായിട്ട് സംഘർഷണൻ എന്നു പറഞ്ഞതിൻ്റെ ആവശ്യം ആ അഹങ്കാരതത്വത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ദേവനായ സംഘർഷണനും
ആ അഹങ്കാര തത്വവും ഭിന്നമല്ലെന്നുള്ള ഭാവനയോടുകൂടെ ഉപാസിപ്പാൻ വേണ്ടിയിട്ടാകുന്നു. ഒരു വ്യക്തിയിൽ ഞാനെന്ന് തോന്നുന്ന ഭാവത്തെ സർവ്വവ്യാപകമാക്കുന്നുവെങ്കിൽ സകല വ്യക്തികളും ഞാൻ തന്നെ, ഞാൻ പരിച്ഛിന്നനല്ല. സഹസ്ര ശിരസ്സുകളും കൈകളും കാലുകളുമുള്ളവൻ എന്ന ഭാവന യാതൊന്നോ അതുതന്നെയാകുന്നു സംഘർഷണോപാസനയെന്ന് പറയപ്പെടുന്നത് എന്ന് ധരിച്ചുകൊള്ളണം. കർത്തൃത്വം കരണത്വം ജ കാര്യത്വം ചെയ്തി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി വാസ്യാദഹംകൃതേഹേ. അഹങ്കാര ലക്ഷണത്തെ മറ്റൊരു വിധത്തിൽ ബോധിപ്പിക്കുന്നു. ദേവന്മാരെന്ന നിലയിൽ കർത്തൃഭാവത്തെയും ഇന്ദ്രിയങ്ങളെന്ന നിലയിൽ കരണാവസ്ഥയെയും ഭൂതങ്ങളെന്ന ഭാവത്തിൽ കാര്യസ്വരൂപത്തെയും വഹിച്ചു കാണപ്പെടുന്നതിന് പ്രധാന കാരണം അഹങ്കാരമാകുന്നു. അല്ലെങ്കിൽ ശാന്തം, ഘോരം, മൂഢം എന്ന മൂന്നവസ്ഥയ്ക്കു കാരണം അഹങ്കാരത്തിൻ്റെ 3 വിധ ഭേദമാകുന്നു എന്നും അഹങ്കാരത്തിന് ലക്ഷണനിർണയം ചെയ്യാം. ജീവാത്മാവിനെ വൈകാരിക അഹങ്കാര സംബന്ധം നിമിത്തം കർത്താവെന്നും തൈജസാഹങ്കാര സംബന്ധം നിമിത്തം ഇന്ദ്രിയവാനെന്നും താമസാഹങ്കാര സംബന്ധം നിമിത്തം ദേഹവാനെന്നും അഭിമാനമുണ്ടാകുന്നുവെന്ന് സാരം. അല്ലെങ്കിൽ സാത്വികാഹങ്കാര സംബന്ധത്താൽ ജീവന് ശാന്തിയും തേജസാഹങ്കാര സംബന്ധത്താൽ പ്രവൃത്തിയിൽ തീഷ്ണതയും താമസാഹങ്കാരത്താൽ ആലസ്യവും ഉണ്ടാകുന്നു. ഈ ലക്ഷണങ്ങളെക്കൊണ്ട് അഹങ്കാരമാകുന്ന ലക്ഷ്യത്തെ അറിഞ്ഞുകൊള്ളണം. ജീവാത്മാവിൻ്റെ ബഹുവിധ ഭാവഭേദങ്ങൾക്ക് കാരണം സത്വാദി ഗുണങ്ങളോടുള്ള ചേർച്ചയാണ് എന്നിവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ശുദ്ധ ചൈതന്യം തന്നെ ജീവൻ, ഗുണസംബന്ധം അശുദ്ധി കാരണം എന്ന് ധരിക്കണം. വൈകാരികാത് വികുർവാണാത് മനസ്തത്വമജായത യത്സങ്കൽപ്പ വികൽപാഭ്യാം വർത്തതേ കാമസംഭവഃ. മനസ്സിൻ്റെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും പറയുന്നു. സാത്വികാഹങ്കാരത്തിൻ്റെ വികാരത്തിൽ നിന്ന് മനസ്സ് എന്ന തത്വമുണ്ടായി. വിഷയത്തെ ചിന്തിക്കുന്നതായ സങ്കല്പവും വിഷയത്തിൻ്റെ വിശേഷാവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുന്നതായ വികൽപ്പവും മനസ്സിൻ്റെ പ്രവൃത്തികളാകുന്നു. ഇത് നിമിത്തം കാമം എന്നുപേരായ വൃത്തി മനസ്സിൽ പ്രകാശിക്കുന്നു. യദ്യദുർഹ്യനിരുദ്ധാഖ്യം ഋഷികാണാമതീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭിശനൈഃ. മനസ്തത്വത്തിൽ ഉപാസിക്കേണ്ടതായ ദേവനെ ഉപദേശിക്കുന്നു. മനസ്സിൽ അധിവസിക്കുന്ന ദേവൻ അനിരുദ്ധനാകുന്നു. ശരത്കാലത്തിലെ നീലത്താമര പോലെ മനോഹരമായ ശ്യാമള നിറത്തോടുകൂടിയ ആ ദേവനെ യോഗികൾ സാവധാനന്മാരായിട്ട് മനസ്സിൽ ഉപാസിക്കുന്നു. അനിരുദ്ധൻ ആരാലും നിരോധിപ്പാൻ കഴിയാത്ത വിധം ബലമുള്ളവൻ എന്നർത്ഥം. മനസ്സു തന്നെ അനിരുദ്ധൻ എന്ന ഉപാസന ദൃഢമാകുന്നതോടുകൂടി കാമിച്ചതെല്ലാം സഫലമാകും. കാമത്തിൽ അശുദ്ധി ഇല്ലാതെയുമാകും. സിദ്ധിക്കാണ് യോഗികൾ ഉപാസിക്കുന്നത്. തേജസാത്തു വികുർവാണാത് ബുദ്ധിതത്വമഭൂത്സതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനമിന്ദ്രിയാണാമനുഗ്രഹഃ. ഹേ പതിവ്രതയായ മാതാവേ, വികാരത്തെ അടഞ്ഞതായ തേജസാഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി എന്നുപേരുള്ള തത്വമുണ്ടായി. നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ ഇതു ഘടം ഇതു പടം എന്നിങ്ങനെ രൂപാദികളുടെ വിശേഷതയെ ഗ്രഹിക്കുന്നത് ബുദ്ധിതത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാകുന്നു. ഈ വിശേഷജ്ഞാനമാണ് ബുദ്ധിതത്വലക്ഷണം. സംശയോദ വിപര്യാസോ നിശ്ചയസ്മൃതിരേവ ച സ്വാഭയിത്യുച്യതേ ബുദ്ധേർലക്ഷണം വൃത്തിദ പൃഥക്. ഒരു വിധത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ അതിന് വിരോധമായിരിക്കുന്ന പലവിധ ജ്ഞാനരൂപമായ സംശയം ബുദ്ധിയുടെ ഒരുവിധമായ ലക്ഷണമാകുന്നു. ഒരു മരക്കുറ്റിയെ കണ്ടിട്ടത് മരക്കുറ്റിയോ ഒരാളോ എന്നുള്ള ശങ്ക, ഈ മാതിരി ജ്ഞാനത്തിന് സംശയം എന്നുപേർ. വിപര്യാസം, വിപരീതജ്ഞാനം അല്ലെങ്കിൽ മിഥ്യാജ്ഞാനം ബുദ്ധിയുടെ മറ്റൊരു വിധമായ വൃത്തിയാകുന്നു. വെളുത്ത നിറമുള്ള ശങ്കത്തെ മഞ്ഞ നിറമുള്ളതാണെന്നും ശുക്തിയെ വെള്ളിയാണെന്നും ധരിക്കുന്നതായ ഒരു ജ്ഞാനത്തിന് വിപര്യാസം എന്നുപേർ. ഇതും ബുദ്ധിയുടെ ലക്ഷണം തന്നെ. രജതത്തെ രജതമെന്നും ശുക്തിയെ ശുക്തിയെന്നും ശരിയായി ധരിക്കുന്നതായ നിശ്ചയജ്ഞാനം ബുദ്ധിയുടെ ശരിയായ ലക്ഷണം. ഒരിക്കൽ അനുഭവിച്ചതായ ഒരു സുഖമോ ദുഃഖമോ മറ്റൊരു സമയത്തിൽ ഓർമ്മിക്കുന്നതായ സ്മൃതിയും ബുദ്ധിവൃത്തി തന്നെ. ഒന്നും പ്രവർത്തിക്കാതെ അജ്ഞാനവൃത്തിയിൽ അടങ്ങുന്നതായ നിദ്ര എന്നതും ബുദ്ധിയുടെ വൃത്തിയാകുന്നു. ഇങ്ങനെ വൃത്തിഭേദം നിമിത്തം ലക്ഷണഭേദം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. തേജസാനീന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശഃ പ്രാണസ്യ ഹി ക്രിയാശക്തിർ ബുദ്ധേർവിജ്ഞാനശക്തിദ.
കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇങ്ങനെ രണ്ടു വകയായ ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായവ തന്നെ. എന്തുകൊണ്ടെന്നാൽ ക്രിയാശക്തി പ്രാണനിൽ നിന്നും ജ്ഞാനശക്തി ബുദ്ധിയിൽ നിന്നും ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്നു. പ്രാണനും ബുദ്ധിയും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായവയാകുന്നു. അതിനാൽ ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവ തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങൾ സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായവയോ എന്ന് ശങ്കിക്കരുത്. താമസാശ്ച വിഗുർവാണാത് ഭഗവദ്വീര്യചോദിതാത് ശബ്ദമാത്രമഭൂതസ്മാൻ നഭശ്രോത്രം തു ശബ്ദകം. ഈശ്വരൻ്റെ ശക്തിസ്വരൂപമായ കാലത്തിൻ്റെ പ്രേരണ നിമിത്തം താമസാഹങ്കാരത്തിന് രൂപമാറ്റം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മദ്രവ്യമായ ശബ്ദമുണ്ടായി. അതിൽ നിന്ന് ആകാശമുണ്ടായി. ശ്രോത്രം എന്ന ഇന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിപ്പാനുള്ള കാരണമാകുന്നു. അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദ്രഷ്ടുർലിംഗത്വമേവ ച തന്മാത്രത്വം ച നഭസോ ലക്ഷണം കവയോ വിദുഃ. ദ്രവ്യം എന്ന ഒന്നുണ്ട് എന്നറിയിപ്പിക്കുന്നത് ശബ്ദമാകുന്നു. ആൾ മറവിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ ആന ഇതാ പോകുന്നുവെന്നോ മറ്റോ ശബ്ദിക്കുന്നത് കേട്ടാൽ നേത്രത്താൽ ആളെ കാണുന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ അപ്പുറത്തു നിന്ന് ചിലത് കാണുന്നുണ്ട് എന്ന് ശബ്ദം അറിവ് തരും. ആകാശമുണ്ടോ എന്നറിയുവാനുള്ള മാർഗം ശബ്ദമാണ്. ആകാശത്തിൻ്റെ സൂക്ഷ്മമായ സ്വരൂപമാണ് ശബ്ദം എന്നിങ്ങനെ കവികൾ ശബ്ദത്തിന് ലക്ഷണം നിശ്ചയിച്ചിരിക്കുന്നു. ഭൂതാനാം ഛിദ്രദാതൃത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. കാര്യം കൊണ്ട് കാരണത്തെ അറിയണമെന്നുള്ള ന്യായപ്രകാരം ആകാശത്തിൻ്റെ കാര്യരൂപമായ ലക്ഷണം പറയുന്നു. ബ്രഹ്മാദി സ്തംഭപര്യന്തമുള്ള സകല ഭൂതങ്ങൾക്കും വസിക്കുവാനുള്ള അവകാശം സിദ്ധിക്കുന്നത് ആകാശത്തിൽ നിന്നാകുന്നു. ഉൾഭാഗം പുറംഭാഗമെന്നുള്ള വ്യവഹാരത്തിനും കാരണം ആകാശമാകുന്നു. ശരീരാന്തർഭാഗത്തിൽ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വസിപ്പാനുള്ള സ്ഥാനങ്ങൾ നാഡികളുടെ അന്തർഭാഗങ്ങളാണല്ലോ. അതിനും കാരണം ആകാശമാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് ആകാശത്തിൻ്റെ സൽഭാവത്തെ അറിഞ്ഞുകൊള്ളണം. ശബ്ദമെന്നത് സൂക്ഷ്മാകാശം, ആകാശമെന്നത് സ്ഥൂലാകാശം. ഇവ രണ്ടിൻ്റെയും ലക്ഷണം 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇനി വരുന്ന പദ്യങ്ങളെ ക്രമേണ ഭൂതോൽപത്തി, സൂക്ഷ്മഭൂതലക്ഷണം, സ്ഥൂലഭൂതലക്ഷണം എന്നിവയെ പറയുന്ന പദ്യങ്ങളായിട്ട് ധരിക്കണം. നഭസ്സ ശബ്ദ തന്മാത്രാത് കാലഗത്യ വിഗുർവദഃ സ്പർശോ ഭവത്തതോ വായുസ്ത്വക്സ്പർശസ്യ ച സംഗ്രഹഃ. കാലത്തിൻ്റെ പ്രേരണ നിമിത്തം രൂപമാറ്റത്തെ പ്രാപിച്ചതായ ശബ്ദ തന്മാത്രമായിരിക്കുന്ന ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന സൂക്ഷ്മഭൂതവും അതിൽ നിന്ന് വായുവെന്നു പറയപ്പെടുന്ന സ്ഥൂലഭൂതവുമുണ്ടായി. ഇങ്ങനെ ഉണ്ടായ സ്പർശത്തെ ഗ്രഹിപ്പാനുള്ള ഇന്ദ്രിയമാകുന്നു ത്വക്ക് എന്ന് പറയപ്പെടുന്നത്. മൃദുത്വം കഠിനത്വം ച ശൈത്യമുഷ്ണത്വമേവ ച ഏതസ്പർശശ്ച സ്പർശത്വം തന്മാത്രത്വം നഭസ്വതഃ. മാർദ്ദവം, കാഠിന്യം, ശൈത്യം, ഉഷ്ണം എന്നിങ്ങനെയുള്ള സ്പർശനമുണ്ടാകുന്നത് സ്പർശ തന്മാത്രമായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ സൽഭാവത്തിൽ നിന്നാകുന്നു. ചാലനം വ്യൂഹനം പ്രാപ്തിർ നേതൃത്വം ദ്രവ്യശബ്ദയോഃ സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിലക്ഷണം. വൃക്ഷശാഖാദികളെ ചലിപ്പിക്കുക, അങ്ങുമിങ്ങും കിടക്കുന്ന തൃണാദി ലഘുപദാർത്ഥങ്ങളെ അടിച്ചുകൂട്ടി ഒന്നായി ചേർക്കുക, പുഷ്പാദി ദ്രവ്യങ്ങളിലുള്ള ഗന്ധാദികളെ നാസികാസമീപത്തിലേക്ക് കൊണ്ടുവരിക, ദൂരത്തിലുള്ള ശബ്ദത്തെ ശ്രോത്രസമീപം പ്രാപിപ്പിക്കുക, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകുവാൻ ആവശ്യമുള്ള ഭക്ഷണദ്രവ്യരസത്തെ അതാത് അവയവങ്ങളിലേക്ക് കൊണ്ടുചെല്ലുക എന്നീ കർമ്മങ്ങൾ പുറത്തും ഉള്ളിലും നടക്കുന്നതിന് കാരണം വായുവെന്നുള്ള സ്ഥൂലഭൂതമാണെന്ന് ധരിച്ചുകൊള്ളണം. വായോശ്ച സ്പർശതന്മാത്രാദ്രൂപം ദൈവേരിതാദഭൂത് സമുത്തിതം തതസ്തേജശ്ചക്ഷുരൂപോപലംബനം. ദൈവപ്രേരിതമായ സ്പർശ തന്മാത്രയായ വായുവിൽ നിന്ന് രൂപമുണ്ടായി. അതിൽ നിന്ന് തേജസ്സുണ്ടായി. നേത്രം രൂപത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയമാകുന്നു. രൂപം എന്നത് സൂക്ഷ്മഭൂതം, തേജസ് എന്നത് സ്ഥൂലഭൂതം. അതിനെ ഗ്രഹിപ്പാനുള്ള ഇന്ദ്രിയം നേത്രം. ദ്രവ്യാകൃതിത്വം ഗുണദാ വ്യക്തി സംസ്ഥാത്വമേവ ച തേജസ്ത്വം തേജസസ്വാധി രൂപമാത്രസ്യ വൃത്തയഃ. രൂപമായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ ലക്ഷണം
ദ്രവ്യങ്ങൾക്ക് ആകൃതിയെ ജനിപ്പിക്കുക, ഗുണങ്ങളെ ദ്രവ്യങ്ങളിൽ യോജിപ്പിക്കുക. ഓരോ ദ്രവ്യത്തിൻ്റെ സന്നിവേശം ഏതുവിധമോ, സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ വളഞ്ഞിട്ടോ വളയാതെ നേരെ നിവർന്നിട്ടോ ഏതുവിധമോ അതേ വിധത്തിലുള്ള പ്രതീതി ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ ശക്തിവിശേഷം ഇവ ഹേ സാധ്വി രൂപമാത്രത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു. ദ്യോതനം പചനം പാനം മദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്തേത ശോഷണം ക്ഷുത്രിടേവജ. തേജസ് അഗ്നി എന്നു പറയപ്പെടുന്ന സ്ഥൂലഭൂതത്തിൻ്റെ ലക്ഷണം പ്രകാശിപ്പിക്കുക, അരി മുതലായ പദാർത്ഥങ്ങളെ പചിപ്പിക്കുക, വിശപ്പ് ദാഹം എന്നിവയെ ജനിപ്പിക്കുക, അതുനിമിത്തം പാനം ചെയ്യിപ്പിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, ശൈത്യത്തെ നശിപ്പിക്കുക, പദാർത്ഥങ്ങളെ വരട്ടുക, പദാർത്ഥങ്ങളിലുള്ള ജലാംശത്തെ ശോഷിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കാണപ്പെടുന്നത് തേജസ്സിൻ്റെ പ്രവൃത്തിയാണെന്ന് ധരിക്കണം. അതിനാൽ മേൽ വിവരിച്ചവ തേജസ്സിൻ്റെ, അതായത് അഗ്നിയുടെ കാര്യരൂപങ്ങളായ ലക്ഷണങ്ങളാകുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കാരണം അഗ്നി എന്നു പറയപ്പെടുന്ന സ്ഥൂലഭൂതമാണെന്നറിയണം. രൂപമാത്രാദികുർവാണാം തേജസോ ദൈവചോദിതാത് രസമാത്രമഭൂതസ്മാദംബോ ജിഹ്വാ രസഗ്രഹഃ. കാലരൂപനായ ഈശ്വരൻ്റെ ആവേശം നിമിത്തം രൂപമാറ്റത്തെ പ്രാപിക്കുവാൻ തക്കവിധത്തിൽ വികാരത്തെ പ്രാപിച്ചതായ രൂപമാത്രമായിരുന്ന തേജസ്സിൽ നിന്ന് രസം എന്നു പറയപ്പെടുന്ന സൂക്ഷ്മഭൂതമുണ്ടായി. അതിൽ നിന്ന് ജലമുണ്ടായി. രസത്തെ ഗ്രഹിക്കുന്ന ജിഹ്വ എന്ന ഇന്ദ്രിയവും ഉണ്ടായി. കഷായോ മധുരസ്തിക്ത കട്ടുംളൈദിനൈകത ഭൗതികാനാം വികാരേണ രസയേകോ വിഭിദ്യതേ. ഏകമായ രസം മറ്റു പദാർത്ഥങ്ങളോടുള്ള സംബന്ധം നിമിത്തം കഷായം, മധുരം, തിക്തം, കടു, അമ്ളം, ലവണം എന്നിങ്ങനെ 6 വിധത്തിലും ഇവയുടെ അന്യോന്യ സമ്മേളനം നിമിത്തം അനേക വിധത്തിലും ഭേദിക്കപ്പെടുന്നു. ക്ലേദനം പിണ്ഡനം തൃപ്തി പ്രാണാനാപ്യായനോന്ദനം താപാവനോധോ ഭൂയസ്തും അംബസോ വൃത്തയസ്തിമാഹ. ജലത്തിൻ്റെ ലക്ഷണം പറയുകയാണ്. വസ്തുക്കളെ ആർദ്രമാക്കുക, അണുപരിമാണങ്ങളായ അനേക വസ്തുക്കളെ ഒന്നായിട്ടൊരു പിണ്ഡമാക്കുക, മതിയെന്നു തോന്നുന്നതായ തൃപ്തിയെ ജനിപ്പിക്കുക, ജീവിപ്പിക്കുക, ദാഹം നിമിത്തമുള്ള ക്ഷീണം തീർത്ത് ശക്തി വരുത്തുക, സാധനങ്ങളെ മൃദുവാക്കി തീർക്കുക, സൂര്യോഷ്ണം മുതലായവ നിമിത്തമുണ്ടാകുന്ന താപത്തെ നശിപ്പിക്കുക, കൂപാദിസ്ഥാനങ്ങളിൽ ഉറന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുക, ഇവയെല്ലാം ജലത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു. രസമാത്രാദികുർവാണാദംബസോ ദൈവചോദിതാത് ഗന്ധമാത്രമഭൂതസ്മാത് പൃഥ്വീക്രാണസ്തു ഗന്ധകഃ. കാലസ്വരൂപനായ ഈശ്വരൻ്റെ ആവേശം നിമിത്തം രസമാത്രമായിരുന്ന ജലം വികാരത്തെ പ്രാപിച്ചപ്പോൾ അതിൽ നിന്ന് ഗന്ധം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മദ്രവ്യമുണ്ടായി. അതിൽ നിന്ന് ഭൂമിയുണ്ടായി. നാസിക എന്ന ഇന്ദ്രിയം ഗ്രന്ഥത്തെ ഗ്രഹിക്കുന്നതാകുന്നു. കരംബപ്പൂതി സൗരഭ്യ ശാന്തോഘ്രാമ്ലാദിഭി പൃഥക് ദ്രവ്യാവയവൈഷമ്യാത് ഗന്ധയേകോ വിഭിദ്യതേ. ഏകമായ ഗന്ധം അനേകം ദ്രവ്യങ്ങളോട് ചേർച്ചയുണ്ടാകുമ്പോൾ അതാതിൻ്റെ ധർമ്മത്തെ അംഗീകരിച്ചിട്ട് കരമ്പം, പൂതി, സൗരഭ്യം, ശാന്തം, ഉഗ്രം, പുളിപ്പ് എന്നിങ്ങനെ ബഹുവിധ ഭേദങ്ങളെ വഹിക്കുന്നത് ഗന്ധലക്ഷണമാകുന്നു. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വീവൃത്തിലക്ഷണം. പൃഥ്വിയുടെ ലക്ഷണം ബ്രഹ്മത്തിൻ്റെ ഭാവനയ്ക്കുപകരിക്കുന്ന മൂർത്തിഭേദങ്ങളെ പ്രതിമാതിരൂപേണ നിർമ്മിക്കുവാനുള്ള സാധനമായിരിക്കുക, ജലാദികളെ അപേക്ഷിക്കാതെ നിലനിൽക്കുക, ജലാദികൾക്ക് ആധാരമായിരിക്കുക, ആകാശാദികളായ ഭൂതങ്ങളുടെ അവധിയെ കാണിക്കുന്നതിനുപകരിക്കുന്ന അവച്ഛേദകമായിരിക്കുക, സർവപ്രാണികളുടെ മൂർത്തിഭേദങ്ങളെ സ്ത്രീ പുരുഷൻ എന്നീ ഭിന്നാകൃതിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവിധത്തിൽ പരിണമിക്കുക എന്നിവ പൃഥ്വിയുടെ ലക്ഷണമാകുന്നു. മേൽപ്പറഞ്ഞ കാര്യരൂപങ്ങൾ കാണപ്പെടുന്നത് പൃഥ്വിയാകുന്ന കാരണദ്രവ്യം നിമിത്തമാണ്. നമോ ഗുണവിശേഷോർത്തോ യസ്യ തച്ഛ്രോത്രമുച്യതേ വായോർഗുണവിശേഷോർത്തോ യസ്യ തത്സ്പർശനം വിദുഹു. ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളുടെ ലക്ഷണം പറയുകയാണ്. ആകാശത്തിൻ്റെ അസാധാരണ ലക്ഷണമായ ശബ്ദത്തെ ഗ്രഹിക്കുന്നതായ ഇന്ദ്രിയത്തെ ശ്രോത്രമെന്നും വായുവിൻ്റെ അസാധാരണ ലക്ഷണമായ സ്പർശത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയത്തെ ത്വഗ്ഇന്ദ്രിയമെന്നും പറയുന്നു. തേജോ ഗുണവിശേഷോർത്തോ യസ്യ തച്ഛുക്ഷുരുച്യതേ അംബോ ഗുണവിശേഷോർത്തോ യസ്യ തദ്രസനം വിദുഹു ഭൂമേർഗുണവിശേഷോർത്തോ യസ്യ തത്പ്രാണ ഉച്യതേ.
തേജസ്സിൻ്റെ അസാധാരണ ഗുണമായ രൂപത്തെ അറിയുന്നത് നേത്രേന്ദ്രിയമെന്നും ജലത്തിൻ്റെ അസാധാരണ ഗുണമായ രസത്തെ അറിയുന്നത് ജിഹ്വേന്ദ്രിയമെന്നും ഭൂമിയുടെ അസാധാരണ ഗുണമായ ഗന്ധത്തെ അറിയുന്നത് ഘ്രാണേന്ദ്രിയമെന്നും പറയപ്പെട്ടിരിക്കുന്നു. പരസ്യ ദൃശ്യതേ ധർമ്മോ ഹെപ്പരസ്മിൻ സമന്വയാത് അതോ വിശേഷോ ഭാവാനാം ഭൂമാവേവോപലക്ഷതേ. പരത്തിൻ്റെ ഗുണം അപരത്തിൽ സമന്വയം ഹേതുവായിട്ട് കാണപ്പെടുന്നു. അത് ഹേതുവായിട്ട് ഭൂതങ്ങളുടെ ഗുണം ഭൂമിയിൽ മാത്രം കാണപ്പെടുന്നു. ഏതാന്യസംഹത്യ യഥാ മഹാദാദീനി സപ്തവൈ കാലകർമ്മഗുണോപേദോ ജഗദാദിരുപാവിശത്. കാരണോൽപത്തിയെ പറഞ്ഞതിൽ പിന്നെ കാര്യോൽപത്തിയെ പറയുന്നു. മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ എന്നീ ഏഴും അന്യോന്യം യോജിക്കാതെ വെവ്വേറെ നിന്നപ്പോൾ കാലം, ജീവാദിഷ്ടമെന്നു പറയപ്പെടുന്ന കർമ്മം, സത്വാദികളായ ഗുണങ്ങൾ ഇവയോടുകൂടിയ ഈശ്വരൻ മേൽപ്പറഞ്ഞ മഹതാദികളിൽ പ്രവേശിച്ചു. ഒറ്റയായിരുന്നാൽ കാര്യം സാധിക്കുകയില്ല, യോജിച്ചാൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ എന്നത് ജഗത് ഉൽപ്പത്തിക്ക് കാരണമായ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന പരമതത്വമാണെന്ന് കാണിച്ചിരിക്കുന്നു. തതസ്തേനാനുവിദ്യേഭ്യോ യുക്തേഭ്യോണ്ടമചേതനം ഉത്തിതം പുരുഷോ യസ്മാത് ഉദതിഷ്ഠദസൗ വിരാട്. ഈശ്വരൻ്റെ അനുപ്രവേശ നിമിത്തം പൃഥക് ഭാവത്തെ ഉപേക്ഷിച്ച് അന്യോന്യം യോജിച്ച ആ സപ്തപദാർത്ഥങ്ങളിൽ നിന്ന് അചേതനമായ അണ്ടമുണ്ടായി. അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉത്ഭവിച്ചു. ഏതദണ്ഡം വിശേഷാഖ്യം ക്രമവൃദ്ധൈർദശോത്തരൈഹി തോയാദിഭിപരിവൃതം പ്രധാനേനാവൃതൈർബഹി എത്ര ലോകവിധാനോയം രൂപം ഭഗവതോ ഹരേഹേ. ഈ അണ്ടത്തിന് വിശേഷം എന്നുകൂടി ഒരു പേരുണ്ട്. ഇതിൻ്റെ പുറമെ ജലാദികളായ സപ്തപദാർത്ഥങ്ങൾ ഓരോന്നിൻ്റെ ശേഷം മറ്റോരോന്നായിട്ട് 10 ഇരട്ടിയിൽ അഭിവൃദ്ധിയോടുകൂടെ വ്യാപിച്ചിരിക്കുന്നു. ഈ അണ്ടമാണ് ലോകാധിഷ്ഠാനം. ഇതിൻ്റെ ഓരോ അംശത്തിൽ ഓരോ ലോകം നിലനിൽക്കുന്നു. ഓരോ ലോകവും മറ്റോരോരോന്നിൽ നിന്ന് ഭേദിച്ചിരിക്കുന്ന ആകൃതികളും ഗുണങ്ങളും ഉള്ളവയാണെങ്കിലും അവയെല്ലാം ഭഗവാനായ ശ്രീഹരിയുടെ രൂപം തന്നെ. ഹിരണ്മയാദണ്ഡകോശാദുത്തായ സലിലേശയാത് തമാവിശ്യ മഹാദേവോ ബഹുധാ നിർബിഭേദകം. ജലത്തിൽ കിടക്കുന്നതും അതിപ്രഭയോടുകൂടിയതുമായ ആ അണ്ഡകോശത്തിൽ അന്തർഭവിച്ചിരുന്ന മഹാദേവൻ അതിനെ അധിവസിച്ചിട്ട് ഔദാസീന്യത്തെ ഉപേക്ഷിച്ചിട്ട് അതിൽ അനേകം ദ്വാരങ്ങളെ ഉണ്ടാക്കി. ഓരോ ദ്വാരങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങളാകുന്നു. നിരഭിദ്യദാസ്യ പ്രഥമം മുഖം വാണി തതോ ഭവത് വാണ്യവന്നിരഥോ നാസേ പ്രാണോദോ ക്രാണയേതയോഹോ. ഇന്ദ്രിയങ്ങളുണ്ടായതിനെ വിവരിക്കുന്നു. വിരാട് പുരുഷന് ആദ്യം മുഖമുണ്ടായി. അതിൽ നിന്ന് വാഗീന്ദ്രിയവും അതോടുകൂടെ അധിഷ്ഠാനമായ വന്യയുമുണ്ടായി. പിന്നെ നാസികകളുണ്ടായി. ആ 2 ദ്വാരങ്ങളിൽ നിന്ന് പ്രാണനോട് ചേർന്നിരിക്കുന്ന ക്രാണം എന്ന ഇന്ദ്രിയവും ഉണ്ടായി. ക്രാണാദ്വായുരഭിദ്യേതാം അക്ഷിണി ചക്ഷുരേതയോഹോ തസ്മാ സൂര്യോ നഭിദ്യേതാം കർണൗ ശ്രോത്രം തതോ ദിശഃ. ക്രാണേന്ദ്രിയത്തിൽ നിന്ന് വായുവുണ്ടായി. പിന്നെ കണ്ണുകളുണ്ടായി. ആ 2 ദ്വാരങ്ങളിൽ നിന്ന് നേത്രം എന്ന ഇന്ദ്രിയവും അതിൽ നിന്ന് സൂര്യനുമുണ്ടായി. പിന്നെ കർണദ്വാരങ്ങൾ പുറപ്പെട്ടു. ആ ദ്വാരങ്ങളിൽ നിന്ന് ശ്രോത്രം എന്ന ഇന്ദ്രിയവും ദിക്കുകളുമുണ്ടായി. നിർബിഭേദ വിരാജസ്ത്വഗ്രോമാശ്മസ്രാദയസ്തതഃ തത ഔഷധയശ്ചാസൻ ശിഷ്ണം നിർബിവിധേ തതഃ. അതിൽ നിന്ന് വിരാട് പുരുഷന് ത്വക്ക് എന്ന അധിഷ്ഠാനമുണ്ടായി. അതിൽ നിന്ന് ശരീരരോമം, മുഖരോമം മുതലായവ ഉണ്ടായി. അതിൽ നിന്ന് ഔഷധികളുണ്ടായി. പിന്നെ ശിഷ്ണം എന്ന അധിഷ്ഠാനവും ഉണ്ടായി. രേതസ്തസ്മാദാപ ആസിന്നരഭിദ്യത വൈഗുദം ഗുദാദപാനോപാനാച്ച മൃത്യുർലോകഭയങ്കരഃ. അതിൽ നിന്നു രേതസ്സും അതിൽ നിന്ന് ജലവുമുണ്ടായി. പിന്നെ ഗുദദ്വാരമുണ്ടായി. അതിൽ നിന്ന് അപാനനും അതിൽ നിന്ന് ലോകത്തിനു ഭയത്തെ ജനിപ്പിക്കുന്ന മൃത്യുവുമുണ്ടായി. ഹസ്തൗജ നിരഭിദ്യേതാം ബലം താഭ്യാം തതസ്വരാട് പാദൗജ നിരഭിദ്യേതാം ഗതിസ്താഭ്യാം തതോ ഹരിഹി. പിന്നെ കൈകളുണ്ടായി. ആ കൈകളിൽ നിന്ന് ബലം എന്നു പറയപ്പെടുന്ന ഇന്ദ്രിയമുണ്ടായി. അതിൽ നിന്ന് ഇന്ദ്രൻ എന്നു പേരുള്ള ഹസ്താധിഷ്ഠാന ദേവതയുണ്ടായി. പിന്നെ പാദങ്ങളുണ്ടായി. അവയിൽ നിന്ന് ഗതിയുണ്ടായി. പിന്നെ വിഷ്ണുവെന്നു പറയപ്പെടുന്ന പാദാധിഷ്ഠാന ദേവതയുണ്ടായി. നാഡോസ്യ നിരഭിദ്യന്താ താഭ്യോ ലോഹിതമാവൃതം നദ്യസ്തത സമഭവൻ നുദരം നിരഭിദ്യത.
പിന്നെ ഈ ദേവന നാഡികളുണ്ടായി. അവയിൽ ലോഹിതമെന്ന ഇന്ദ്രിയം നിറഞ്ഞു. അതിൽ നിന്ന് നദികളുണ്ടായി. പിന്നെ ഉദരം എന്ന അധിഷ്ഠാനം ഉത്ഭവിച്ചു. ക്ഷുത്പിപാസേ തദസ്യാദാം സമുദ്രസ്തേതയോരഭൂത് അദാസ്യ ഹൃദയം ഭിന്നം ഹൃദയാന്മനൗത്തിതം. ഉദരത്തിൽ നിന്ന് വിശപ്പും ദാഹവും ജനിച്ചു. അവയിൽ നിന്ന് സമുദ്രം ഉത്ഭവിച്ചു. പിന്നെ ഹൃദയമുണ്ടായി. അതിൽ നിന്ന് മനസ്സു പുറപ്പെട്ടു. മനശ്ചന്ദ്രമാജാതോ ബുദ്ധിർബുദ്ധേർഗിരാം പതിഹി അഹങ്കാരസ്തോ രുദ്രചിത്തം ചൈദ്യസ്തോഭവത്. മനസ്സിൽ നിന്ന് ചന്ദ്രനുണ്ടായി. പിന്നെ ഹൃദയത്തിൽ നിന്ന് ബുദ്ധിയുണ്ടായി. ബുദ്ധിയിൽ നിന്ന് അധിഷ്ഠാന ദേവതയായ ബ്രഹ്മാവുണ്ടായി. പിന്നെയും ഹൃദയത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായി. അതിൽ നിന്ന് രുദ്രനുണ്ടായി. പിന്നെയും ഹൃദയത്തിൽ നിന്ന് ചിത്തമുണ്ടായി. അതിൽ നിന്ന് ക്ഷേത്രജ്ഞൻ എന്നുകൂടെ പറയുന്ന ജീവനുണ്ടായി. ഏ ദേഹ്യഭ്യുത്തിതാ ദേവാ നൈവാസ്യോത്താപനേശകൻ പുനരാവിവിശുക്കാനി തമുത്താപയിതും ക്രമാത്. ഇങ്ങനെ പുറപ്പെട്ട ദേവന്മാരിൽ ആരും വിരാട് പുരുഷനെ എഴുന്നേൽപ്പിക്കുന്നതിൽ സമർത്ഥന്മാരായി ഭവിച്ചില്ല. എങ്കിലും ആ മഹാപുരുഷനെ എഴുന്നേൽപ്പിക്കുവാൻ ക്രമേണ അവരവരുടെ അധിഷ്ഠാനത്തിൽ വസിച്ചു. വന്യർവാചാമുഖം ഭേജേ നോദതിഷ്ഠത്തഥാ വിരാട് ക്രാണേന നാസികേ വായോർ നോദതിഷ്ഠത്തഥാ വിരാട്. ഉണ്ടായ ഓരോ ദേവന്മാർ അവരവരുടെ അധിഷ്ഠാനത്തിൽ വസിച്ചതിനെ തന്നെ സ്പഷ്ടമാക്കുന്നു. മുഖമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്ന വാക്കാകുന്ന ഇന്ദ്രിയത്തിൽ വന്യയാകുന്ന ദേവത വസിച്ചു. അപ്പോൾ വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. നാസികളാകുന്ന അധിഷ്ഠാനത്തിൽ ക്രാണമാകുന്ന ഇന്ദ്രിയത്തെ ആശ്രയിച്ച് വായുവെന്ന ദേവൻ വസിച്ചു. അപ്പോഴും വിരാട് പുരുഷൻ ഉണർന്നില്ല. അക്ഷീണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തഥാ വിരാട് ശ്രോത്രേണ കർണൗജദിശോ നോദതിഷ്ഠത്തഥാ വിരാട്. ആദിത്യൻ നേത്രേന്ദ്രിയത്തെ ആശ്രയിച്ച് അക്ഷികളാകുന്ന അധിഷ്ഠാനത്തിൽ വസിച്ചു. അപ്പോഴും വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. ദിക്കുകളാകുന്ന ദേവതകൾ ശ്രോത്രമാകുന്ന ഇന്ദ്രിയത്തെ അവലംബിച്ച് കർണപുടങ്ങളിൽ വസിച്ചു. എന്നിട്ടും വിരാട് പുമാൻ എഴുന്നേറ്റില്ല. ത്വജം രോമഭിരോഷദ്യോ നോദതിഷ്ഠത്തഥാ വിരാട് രേതസാശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തഥാ വിരാട്. ഔഷധികൾ രോമങ്ങളോടുകൂടെ ത്വക്കാകുന്ന അധിഷ്ഠാനത്തിൽ വസിച്ചു. എന്നിട്ടും വിരാട് ഉണർന്നില്ല. ജലം രേതസോടുകൂടെ ശിഷ്ണമാകുന്ന അധിഷ്ഠാനത്തിലിരുന്നു. അപ്പോഴും ദേവൻ ഉണർന്നില്ല. ഗുദം മൃത്യുരപാനേന നോദതിഷ്ഠത്തഥാ വിരാട് ഹസ്താവിന്ദ്രോബലേനൈവ നോദതിഷ്ഠത്തഥാ വിരാട്. മൃത്യു അപാനനോടുകൂടെ ഗുദമെന്ന അധിഷ്ഠാനത്തിൽ വസിച്ചു. അപ്പോഴും പുരുഷൻ എഴുന്നേറ്റില്ല. ഇന്ദ്രൻ ബലത്തെ ആശ്രയിച്ച് ഹസ്തങ്ങളിൽ വസിച്ചു. അപ്പോഴും വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. വിഷ്ണുർഗത്യൈവ ചരണൗ നോദതിഷ്ഠത്തഥാ വിരാട് നാഡീർനദ്യോ ലോഹിതേന നോദതിഷ്ഠത്തഥാ വിരാട്. വിഷ്ണുഗതിയോടുകൂടെ ചരണങ്ങളിൽ വസിച്ചു. അപ്പോഴും പുരുഷൻ ഉണർന്നില്ല. നദികൾ ലോഹത്തോടുകൂടെ നാഡികളിൽ പ്രവേശിച്ചു. അപ്പോഴും ദേവൻ എഴുന്നേറ്റില്ല. ക്ഷുത്രിഭ്യമുദരം സിന്ധുർനോദതിഷ്ഠത്തഥാ വിരാട് ഹൃദയം മനസാ ചന്ദ്രോ നോദതിഷ്ഠത്തഥാ വിരാട്. വിശപ്പ് ദാഹം എന്നിവയോടുകൂടെ സമുദ്രം ഉദരത്തിൽ പ്രവേശിച്ചു. അപ്പോഴും വിരാട് ഉണർന്നില്ല. ചന്ദ്രൻ മനസ്സോടുകൂടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അപ്പോഴും പുരുഷൻ ഉണർന്നില്ല. ബുദ്ധ്യാ ബ്രഹ്മാഭിഹൃദയം നോദതിഷ്ഠത്തഥാ വിരാട് രുദ്രോഭിമത്യ ഹൃദയം നോദതിഷ്ഠത്തഥാ വിരാട്. ബ്രഹ്മാവ് ബുദ്ധിയോടുകൂടെ ഹൃദയത്തെ അധിവസിച്ചു. അപ്പോഴും പുമാൻ ഉണർന്നില്ല. രുദ്രൻ അഭിമാനത്തോടുകൂടെ ഹൃദയത്തെ പ്രവേശിച്ചു. അപ്പോഴും വിരാട് പുമാൻ എഴുന്നേറ്റില്ല. ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശദ്യത വിരാട് തദൈവ പുരുഷ സലിലാതുദതിഷ്ഠത. ചേതനാസ്വരൂപനായ ക്ഷേത്രജ്ഞൻ സ്വശക്തിയിൽ നിന്നുണ്ടായ ചിത്തം എന്ന ഇന്ദ്രിയത്തോടുകൂടെ സ്വാധിഷ്ഠാനമായ ഹൃദയത്തെ എപ്പോൾ അധിവസിച്ചുവോ അപ്പോൾ തന്നെ വിരാട് പുരുഷൻ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ വേണ്ടുന്ന കാര്യങ്ങളെ നടത്തുവാൻ ജാഗരൂകനായി ഭവിച്ചു. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോദിയഃ പ്രഭവന്തി വിനായേന നോത്താവയിതുമോജസ. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവനോടുകൂടെ യോജിച്ചാലല്ലാതെ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്ക് സ്വബലത്താൽ ഉണർത്തുവാൻ കഴിയാത്തതുപോലെ വിരാട് പുരുഷനെയും വാഗാദികളായ ഇന്ദ്രിയങ്ങളോടുകൂടെ ചേർന്നിരുന്ന വന്യാദികളായ ദേവന്മാർക്ക് ഉണർത്തുവാൻ കഴിഞ്ഞില്ല. ക്ഷേത്രജ്ഞൻ്റെ പ്രവേശനമുണ്ടായപ്പോൾ മാത്രം ഉത്ഥാനം ചെയ്തുവെന്ന് പറഞ്ഞതിൽ നിന്ന് ജീവനു തന്നെ പ്രാധാന്യം, മറ്റു ദേവന്മാർക്കല്ലെന്ന് ധരിക്കണം. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗ പ്രവൃത്തയ
ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത്. അന്വയ വ്യതിരേകമുഖേന വിചാരം ചെയ്തതിൽ ചൈതന്യത്തിനു തന്നെ പ്രാധാന്യമെന്നു കണ്ടതിനാൽ ആ ചൈതന്യത്തെ തന്നെ ഭക്ത്യാദി സാധന സമ്പന്നനായ പുരുഷൻ വിചാരം ചെയ്ത് അറിഞ്ഞുകൊള്ളണമെന്ന് ഉപദേശിക്കുന്നു. പ്രകൃതി സംബന്ധം കൂടാതെയിരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ അഷ്ടാംഗ യോഗാഭ്യാസത്തിൻ്റെ ബലത്താൽ സിദ്ധിക്കുന്നതായ ബുദ്ധിവൃത്തി കൊണ്ട് പ്രകൃതി കാര്യങ്ങളെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞുകൊള്ളണം. അതിന് പ്രകൃതി കാര്യങ്ങളായ ഇന്ദ്രിയങ്ങളുടെയും ജീവൻ്റെയും ഈശ്വരൻ്റെയും സ്വരൂപങ്ങളെ നന്നായി വിചാരിക്കുമ്പോൾ സിദ്ധിക്കുന്ന പ്രത്യേക ഭിന്നജ്ഞാനത്തെ സമ്പാദിക്കണം. ആ ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ വിഷയങ്ങളിൽ വിരക്തി വരുത്തണം. അതിന് ഭഗവത് ഭക്തി ഉണ്ടാകണം. ഇങ്ങനെ ഭക്ത്യാദി സാധന സമ്പത്തി ദ്വാര കാര്യകാരണ സംഘാതാത്മകമായ ഈ ശരീരത്തിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ പരിശ്രമിക്കുന്നത് തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തിക്കുപായമെന്ന് സമഷ്ടിയായി ഉപദേശിച്ചു. 26-ാം അധ്യായം സമാപിച്ചു. 27-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.